കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി മർദ്ദനമേറ്റ ഷഹബാസ് എന്ന വിദ്യാർത്ഥി മരിച്ചു. ഇന്നലെ രാത്രി 12:30 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. ഞായറാഴ്ച താൻ പഠിക്കുന്ന ട്യൂട്ടോറിയലിൽ ഒരു ഫെയർവെൽ പാർട്ടിയിലുണ്ടായ ഒരു ചെറിയ പ്രശ്നത്തിന് തുറച്ച് താൻ പഠിക്കുന്നല്ല, ഈ ഷഹബാസോടെ പഠിക്കുന്നില്ല, തൻ്റെ കൂട്ടുകാർ പഠിക്കുന്ന ഈ ട്യൂട്ടോറിയൽ ഒരു ഫെയർവെൽ പാർട്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസ് പ്രോഗ്രാം പോകുമ്പോൾ എൻ്റെ ഓഡിയോ കട്ടായി പോയി. ഒരു 2 സ്കൂളിലെ കുട്ടികൾ അവിടെ ട്യൂഷനുണ്ട്. ഈ ഒരു ഡാൻസ് അവതരിപ്പിച്ച കുട്ടികളോട് കൂവി വിളിച്ചു മറ്റേ സ്കൂളിലെ കുട്ടികൾ. ഇത് സംഘർഷത്തിൽ കലാശിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ചില പുറത്തുള്ള ആളുകളുടെ സഹായത്തോടെയാണെന്ന് പറയുന്നു ഈ ഷഹബാസിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിച്ച് നഞ്ചക്ക് പോലെയുള്ള ഉപകരണങ്ങളുണ്ട് തലച്ചോറ് തല്ലിപ്പൊളിച്ചു. അവൻ അവസാനം ഇന്നലെ രാത്രി 12:30 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. കൊന്നുകളഞ്ഞ ക്രൂരത. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരൻ ഇന്നലെ രാത്രി 12:30 മണിക്ക് മരിച്ചു. ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. ട്യൂഷൻ സെൻ്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടയിലുണ്ടായ സംഘർഷമാണ് ഒരു കുട്ടിയുടെ ജീവനെടുക്കാൻ കാരണമായത്. കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ക്രൂരമർദ്ദനത്തിന് ശേഷവും പ്രതികൾ അക്രമത്തെ ന്യായീകരിക്കുന്ന ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നു. ഇപ്പോഴും പ്രതികൾ വീട്ടിലാണ്. കാപാലിക കൂട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഈ കുട്ടികൾ ഇപ്പോൾ ഇന്ന് രാവിലെ 11 മണിക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ ഹാജരാകും. നമുക്ക് യഥാർത്ഥത്തിൽ ഈ അക്രമത്തെ കുട്ടികൾ ന്യായീകരിക്കുന്ന ഓഡിയോ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കാം. ഷഹബാസ് എങ്കിന്തേന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് നോക്കും. ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടത് ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്കുക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ. പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേർന്ന് ഈ മൃതദേഹം, ഈ കുട്ടിയുടെ ഷഹബാസിൻ്റെ മൃതദേഹം ഇപ്പോഴും ഈ ആശുപത്രിയിലാണുള്ളത്. ഷഹദ് റഹ്മാൻ, പറയൂ ഷഹദ്. നിലവിൽ നമ്മൾ നിൽക്കുന്നത് മോർച്ചറിക്ക് മുൻപിലാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഷഹബാസിൻ്റെ ബന്ധുക്കളോ അതുപോലെ തന്നെ നാട്ടുകാരോ വീട്ടുകാരോ ആരും തന്നെ ഇവിടെ ഇല്ല. ഇന്നലെ രാത്രി 12:30 കൂടിയിട്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴേക്ക് ഇവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ വരികയുള്ളൂ. കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളെ, അതായത് ഇന്നലെ മുഴുവനുമായിട്ടും ഇവരുടെ ബന്ധുക്കളും പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ഇന്നലെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ ഷഹബാസിന്റെ പിതാവ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ആസൂത്രിത കൊലപാതകമാണ് എന്നുള്ളൊരു കാര്യം. അതിനെ അടിവരയിടുന്നതാണ് ഇപ്പം അല്പസമയം മുൻപ് സ്കാൻ കാണിച്ചിട്ടുള്ള ആ ഓഡിയോ എന്നുള്ളത്. മാത്രമല്ല സമാനമായ രീതിയിൽ മറ്റു ഓഡിയോകളുമുണ്ട്. പ്രത്യേകിച്ച് ഈ അക്രമം നടത്തുവാൻ വേണ്ടി ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിൽ അത് അടിക്ക് തിരിച്ചടി എന്ന നിലക്കുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം, അല്ലെങ്കിൽ ഇവർക്കെതിരെ ശക്തമായിട്ട് അടിച്ച് ഒതുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു ഓഡിയോയിൽ ആണായി പറഞ്ഞവർ ആരുണ്ടോ അവരൊക്കെ വരൂ, അല്ലാത്തവരൊന്നും വരണ്ട, ഞങ്ങൾ ധൈര്യമുള്ള കുറച്ച് ആളുകളുണ്ട്, ഞങ്ങൾ പോയി അടിച്ച് ശരിയാക്കിക്കോളാം എന്ന് പറയുന്നു. എന്നിട്ട് മറ്റൊരു ഓഡിയോയിൽ പറയുന്നു, അതായത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഷഹബാസിനെ ഒന്ന് പോയി നോക്ക്, ഷഹബാസിൻ്റെ കണ്ണ് ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നതടക്കമുള്ള തരത്തിൽ, അതായത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പ്രകോപനം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഓഡിയോ സന്ദേശം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾ, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പറഞ്ഞു, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അല്പം ബെസ്കേൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ ക്യാമ്പസുകളിലും ട്യൂഷൻ സെൻ്ററുകളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്നതാണ്. പക്ഷേ അതിന് ഇത്രയധികം പക എന്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഷഹബാസിൻ്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുണ്ട്. അല്പസമയത്തിനകം ബന്ധുക്കളൊക്കെ ഇവിടെ എത്തും. ഏകദേശം 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ് കെ ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.